പക്ഷെ ഇത് ചെറുതല്ലേ ജീന? ആനന്റെ കുളിച്ചീൻ കുളിച്ചീനെന്ന് കേട്ട പിന്നെ നിൽക്കാൻ പറ്റുമോ? അയ്യോ അയ്യോടാ, വേഗം വാ വേഗം വാ, ആന ഇപ്പൊ കുളിച്ച് തീരും. Let's explore the world together. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനും ജീനയും ഒരു ഡേ ട്രിപ്പിന് പോവാണ്. കാരണം കഴിഞ്ഞ കുറേ നാളായിട്ട് ഞങ്ങൾ സിറ്റി തന്നെ ഇങ്ങനെ വട്ടിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നൊരു ചേഞ്ചിന് കുറച്ച് പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. നിങ്ങൾ കൊണ്ടുപോകുന്നത് ഇവിടെ നമുക്ക് വണ്ടി എടുത്ത് പോകാൻ പറ്റുന്നൊരു ഡിസ്റ്റൻസ്. അപ്പോൾ കോടനാട് എലഫൻറ്റ് ട്രെയിനിങ് സെൻറ്റർ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ആൾമോസ്റ്റ് 2 കിലോമീറ്റേഴ്സേ ബാക്കിയുള്ളൂ. ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങി പറപ്പിച്ചിട്ട് പോയാലൊന്ന്. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ, ഞങ്ങളുടെ ഒരു ഡേ ട്രിപ്പ്. ഓക്കെ, നല്ല അടിപൊളി സ്ഥലമാണ്. ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ട്. സോ പോവാം. ഇതിൻ്റെ ഇതുവരെ വന്ന വഴികളൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് തിരിക്കട്ടെ. അവിടെ ചെന്നിട്ട് അവിടുത്തെ ഓരോ കാഴ്ചകൾ കാണിച്ചു തരാം. പോയാലോ? റൈറ്റാ. ഇന്ന് ഇങ്ങോട്ട് കോടനാട് എലഫൻറ്റ് ട്രെയിനിങ് സെൻറ്ററിലേക്ക് മാറുന്ന റോഡാണിത്. ആ ഒരു ബസ് സ്റ്റോപ്പ് നോക്കിക്കേ, നല്ല അടിപൊളി ഒരു ബസ് സ്റ്റോപ്പ്. നോക്കാം. ഇനി കുറച്ച് ഇങ്ങനത്തെ റോഡാണ്. ജീന ഫറിപ്പാനെ പ്ലീസ്. വാഴത്തോപ്പുകൾ ഒരു കലാറ്റിയ കിട്ടിയിട്ട് ഇങ്ങോട്ട് വരുന്ന വഴി സൗണ്ട് കേൾക്കുമെന്ന് അറിയില്ല. കുറെ കലേഡിയം പ്ലാന്റ്സ് കണ്ടിട്ടുണ്ട്. ഞങ്ങൾ വരുമ്പോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജീനനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തിരിച്ചു വരുമ്പോ എന്തെങ്കിലും ചെടി കണ്ട നിർത്തല, കുറെ ചെടികളുണ്ട് കണ്ട് നിർത്തി തരുന്നേടാ പറഞ്ഞ് തരാം. നാളെയാണ് ഞങ്ങളുടെ ടിക്കറ്റ് എന്താവും അതൊന്നും ആയിട്ടില്ല. ഈ സ്ഥലം നോക്കടാ, റൈറ്റ് ഓർ ലെഫ്റ്റ്? നമുക്ക് അവിടെ ബോർഡ് നോക്കി പോവാം. ഇതെന്താടാ ബോർഡില്? കോടനാട് ക്ലബ്ബ്. ഇവിടെ 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 കോടനാട് ക്ലബ്ബ്. സ്ഥലങ്ങളൊക്കെ ആ ഫ്ലവർ ഇറങ്ങുന്നുണ്ട്. അതെ അതെ. ഓ ഭാഗ്യം, നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാനെടുത്ത തീരുമാനം നന്നായില്ലേ? അപ്പൊ അടിപൊളിയാണ്. ഇവിടെ കുറച്ച് ഓഫ് റോഡൊന്നും പറയാൻ പറ്റില്ല, റോഡ് കുളമായതാണ്. പിന്നെ എന്റെ കൂടെ ഒരു ഫ്ലോ റൈഡർ ഉള്ളതുകൊണ്ട് തിരിച്ചു നാട്ടിലെത്തണ്ട, എനിക്ക് ഇവിടെ പൊക്കാണ്ട് പറ്റും. ഇതൊന്നും തീർന്നില്ല, നീ പോകും മുമ്പോട്ട്. ഇങ്ങനെ തന്നെയാണ്. ആ ചക്ക ചക്ക. പക്ഷെ ഇവിടെ പൈനാപ്പിളിന്റെ ചെറിയ തോട്ടം. പൈനാപ്പിൾ തോട്ടം. പാമ്പ് എങ്ങനെ ഉണ്ടാകും? അവിടെ ഫുള്ളായിട്ട് മുള്ളില്ലേ? മാപ്പ് കാണിക്കുന്ന പോലെ ഞാൻ പോകുന്നു. എന്താടാ എടാ, ക്ലബ് അല്ലടാ ഇത്. നമ്മ പോകേണ്ട കോടനാട് എലഫൻറ്റ് ട്രെയിനിങ് സെന്റർ. ക്ലബ് നോക്കി വന്നു. സോറി. ചെറുതായിട്ട്
അല്ല, കോടനാട് എലഫന്റ് ട്രെയിനിങ് സെന്റർ ആണ്. അപ്പൊ അവിടെ ഒക്കെ എന്നാലും വന്നതല്ലേ, കുറച്ച് മുതലാക്കട്ടെ. ഫോട്ടോ എടുക്കുക ഒരാഗ്രഹം. അടിപൊളിയാടാ. എന്നാ കണ്ണാടിയെല്ലാം ഒന്ന് മാറ്റിട്ട്. ഓ, സോ കളർഫുൾ, സോ കളർഫുൾ. ഐ എം ടേക്കിംഗ് വീഡിയോ ജീന. സ്റ്റിൽ ഗുഡ്, സ്റ്റിൽ ഗുഡ്. നാ ഫോട്ടോ എടുക്കട്ടെ. ആര് ചൊല്ലിയത്? എപ്പ ചൊല്ലേ? ഞാൻ നമ്മുടെ ജീനയ്ക്ക് കുറച്ച് ഫോട്ടോസ് എടുത്ത് കൊടുക്കട്ടെ. വഴി മാറി വന്നെങ്കിലും മുതലാക്കണം. എനിക്ക് മഞ്ഞ റോസ നല്ല വഴികളില് അങ്ങനെ നമ്മള് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കണേ. നല്ലൊരു കാട് വൈബ് ഇവിടെ ഉണ്ട്. ഇങ്ങനെ വഴി കാട്ടി അങ്ങനെ നമ്മളെത്തി. അയ്യോ, ഹെൽമെറ്റൊക്കെ ഇട്ടിട്ട് മുടിയൊക്കെ നോക്ക്. ഒന്ന് ഫ്രഷ് ആയിട്ട് തുടങ്ങിയാലോ ജീന? മറ്റേ ബാഗ് എടുക്കണോ? അതിനോട് ഇത് ഉണ്ടാ ജസ്റ്റ് വാട്ടർ ബോട്ടിൽ എടുക്കും. അപ്പോൾ പാർക്കിംഗ്, നമ്മൾ 2 വീലർ പാർക്കിംഗ് ചാർജ് 25 ആണ് വന്നത്. ഇതാണ് എൻട്രൻസ്. ഒരുപാട് മാറ്റിയെന്നാ, കുറേ 4 വർഷം മുന്നേ വന്നേരം ഇങ്ങനെയല്ല. ഇവിടെ പിന്നെ ആനയും മാനയും കാണാം എന്നാണ് ആ ചേച്ചി പറഞ്ഞത്. ആനയും മാനയും. എൻട്രൻസ് അടിപൊളി. നല്ല നല്ല ഊതിന സ്മെൽ വേണ്ട. ഹലോ, ഇതാണ്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. എൻട്രി ഫീ വരുന്നത് പെർ ഹെഡ് 70 ആണ് അഡൽട്സിന്. ഞങ്ങൾക്ക് 140 ആവും. ഓക്കെ, അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. സ്ഥലം കുറേ ബെറ്ററാക്കി. എടാ, ഞാൻ കുറേ മുമ്പ് വന്നപ്പോൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. അടിപൊളിയല്ലേ? ഓക്കെ, നടപ്പമുണ്ട് ഒരു 500 മീറ്റർ. അപ്പോൾ ഇവിടുന്ന് ഒരു 500 മീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാലാണ് എലഫൻറ്റ് ട്രെയിനിങ് സെൻറ്ററും വരുന്നത്. അങ്ങനെ ഞങ്ങൾ നടക്കുവാണ്. കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ബട്ടർഫ്ലൈ റബി ലെവലിന് നടത്തുന്നത്. ഇവിടെ ഒരു സമയത്താണ് ഒരു ബട്ടർഫ്ലൈൻ്റെ ഔറോവിൽ. അതിരുണ്ട് ശരിയുണ്ട. ഔറോവിലിന് ഞങ്ങൾ നടന്ന് എത്ര കിലോമീറ്ററാണ് നടന്നത്? അതാണ് ഔറോവിൽ. എന്നിട്ട് നമ്മൾ 1 കിലോമീറ്റർ അപ്പുറത്ത് ഉള്ള ഒരു ചെറിയ സാധനത്തിനെ കാണിച്ചു പറഞ്ഞു, അതാണ് ഔറോവിൽ. ഇനി നിങ്ങൾ തിരിച്ചു പൊക്കോ. അപ്പോൾ ഔറോവിൽ കാണാൻ പോകുന്നവർ, പോണ്ടിച്ചേരി പോയി കഴിഞ്ഞാൽ ഔറോവിൽ കാണാൻ പോകുന്നവർ പ്രീ ബുക്ക് ചെയ്തിട്ട് അവിടെ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ട് പോകും. ഓൺലൈൻ ബുക്കിംഗ് ഒക്കെയാണ്. കിതച്ചു പോയി മക്കളെ. 30 മീറ്റർ നടന്നു. എലഫന്റ് ക്യാമ്പ് നമ്മൾ 100 മീറ്ററാണ് നടന്നത്. അങ്ങനെ കാപ്പിക്കാട് മിനി സൂ. ഇവിടെ മൊത്തത്തിൽ ഇവിടുത്തെ പ്ലസ് ഫുൾ ഈ പച്ചപ്പും ഹരിതാപവുമാണ്. പോവാം. ഈ വീഡിയോയിൽ ചിലപ്പോൾ ഞങ്ങളുടെ കിതപ്പ് കേട്ടെന്നിരിക്കും. മൈൻഡ് ആക്കണ്ട, കിതച്ചുണ്ട്, നാച്ചുറലാ. ഒന്നാമത് പല സ്ഥലങ്ങൾ കഴിഞ്ഞ കുറേ നാളായിട്ട് തെണ്ടിത്തിരിയലായിരുന്നല്ലോ മെയിൻ പരിപാടി. പിന്നെ നമ്മുടെ റിസോർട്ടിൽ പോയി അർമാദിച്ചതിൻ്റെ ഒക്കെ ആയിട്ട് എനിക്ക് പനി പിടിച്ചു. അത് കഴിഞ്ഞിട്ട് ഇന്നാണ് ക്യാമറ ഒന്ന് ഓപ്പൺ ആക്കിയത്. കോലം നമുക്ക് എന്തെങ്കിലും ചെയ്യാം.
പറ്റിയെങ്കിലും മുട്ടട്ടാ ചോട്ടോ. ആ ഇല്ല. ആ ഓക്കെ, ഇടാം. നടക്കും. എന്തിനാണാവോ എറണാകുളം ടൗണിൽ നിന്ന് ഇവിടെ വന്ന് നടക്കും. റോഡ് കണ്ട, റോഡ് പക്ഷെ കൊള്ളാം. ഒരു വൺ ഡേ ട്രിപ്പിനൊക്കെ വന്ന് ഇരിക്കാൻ പറ്റിയ സ്ഥലം. മാൻകൂട്ടം ഇവിടെ ഉണ്ട്. ഈ വെറൈറ്റി മാനാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ കുറേ കാര്യങ്ങൾ. ഇവിടെ മ്ലാവിൻ്റെ വേലയാണ്. മ്ലാവിൻ കൂട്ടം. ഇത് സാമ്പാർ ഡിയർ. സാമ്പാർ എന്നായിരിക്കും ചിലപ്പോൾ. ഞാൻ സാമ്പാർ എന്നേ വായിക്കുള്ളൂ. യൂണീക്ക് കളറൊന്നും സൈസ് ഓഫ് ഷോൾഡർ 150. വാവ്, ഒന്നിനെ കിട്ടിയാൽ മതി. 300 കിലോ ഉണ്ട്. അടിയന്തരം കാട്ടില്ല. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് എലഫന്റ് ട്രെയിനിങ്ങിലേക്ക് പോവാണ്. അവിടെയാണ് മെയിൻ ഹീറോ. ഇവിടെ ഇരുന്നാലോ, എന്നാ കുറച്ച് സമയം ഇവിടെ വിശ്രമിക്കാലോ. ഭയങ്കര ചൂട്. എടാ നീ ഇവിടെ ഇരിക്കും, ഞാനൊരു ഫോട്ടോ എടുത്തു തരാം. ഇപ്പം കുറേ കുഴിയാനകൾ. ഒറിജിനൽ ആന മാത്രമല്ല, കുഴിയാനയും കാണാൻ പറ്റൂല. പറ്റിട്ടില്ല. നമ്മൾ ശാരദൻ്റെ കുഴിയാനെ ഇതിങ്ങനെ തോണ്ടിയെടുക്കും. ഓ ഭയങ്കര വേർപ്പ്. എനിക്ക് ഭയങ്കര ഒരു ഒന്നത് ചൂട്. വെയിൽ ഭയങ്കര ഇല്ലെങ്കിലും ചൂടുണ്ട് നല്ല. ജസ്റ്റ് ചുമ്മാ നടക്കാട്ടോ. കണ്ട് ഇങ്ങനത്തെ കുറേ അടിപൊളി സ്ഥലങ്ങളുണ്ട് ഇവിടെ. ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്പോട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഇരുട്ടായിരിക്കും. ബട്ട് ഭയങ്കര പീസ്ഫുള്ളാണ്. നോക്കിക്കേ, ഇവിടെയും ഒരു ഡീർ പാർക്ക് ഉണ്ട്. ഇവിടെയും കണ്ടുകൊണ്ട് പോകാൻ പറ്റും കേട്ടോ. പക്ഷെ ഇതെന്തോ ഭയങ്കര റെസ്റ്റ് എടുക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങോട്ടൊക്കെ പോയിട്ട്. ഇത് കൂടുതലും ചെറുതാണെന്ന് തോന്നുന്നു കേട്ടോ. ആ നടന്നൊരു വഴിയായി. അവിടെ എന്തെങ്കിലും കഫേ ഉണ്ടെങ്കിൽ ചായ കുടിച്ചാലോ? ഞാനും ജിനയും ഏത് സന്ദർഭത്തിലും ഒത്തു പോകുന്നത് ചായ. ചൂട്, നല്ല ചൂട്. ചായ കുടിച്ചാലോ? നല്ല മഴ. ചായ കുടിക്കാൻ പോയത് ഭയങ്കര വിഷമം. ഭയങ്കര മൂഡ് ഓഫ് ആടാ. ഒരു ചായക്ക് പോയാലോ? ഏത് മൂഡ്? രണ്ടും കൽപ്പിച്ച് ജീന നടക്കാൻ തുടങ്ങി. ഒരു അവസ്ഥയാണ് ഗൈസ്. പക്ഷെ ഒരു ഗ്യാങ്ങൊക്കെ കൂടി വന്ന് അടിപൊളിയായിരിക്കും കേട്ടോ. ആനയുടെ ഫോട്ടോസൊക്കെ കാണിക്കുന്നുണ്ടെന്തോ. നമുക്കങ്ങനെ നമ്മുടെ ഫസ്റ്റ് ആനനെ കണ്ടു. അങ്ങനെ നമ്മൾ ആനനെ കണ്ടു ഫസ്റ്റ്. നോക്കിക്ക്, ഭയങ്കര കലിപ്പന്മാര്. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ കാട്ടിൽ നിന്നൊക്കെ പിടിച്ചുകൊണ്ട് വരുന്ന അലമ്പ് കാണിക്കുന്ന ആനനൊക്കെ ഇവിടെ പിടിച്ചു കൊണ്ടുവന്ന് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യും. അതിൻ്റെ ദേഷ്യമൊക്കെ മാറ്റി അച്ചടക്കം പഠിപ്പിച്ചു കൊടുക്കും. ഇത് പാർവതി. ഇതിന് 21 വയസ്സാ. പക്ഷെ ഞാൻ വിചാരിച്ചു പക്ഷെ ഇത് ചെറുതല്ലേ ജീന? ആനന്റെ കുളിച്ച്
കുളിച്ചിരുന്ന് കേട്ട പിന്നെ നിൽക്കാൻ പറ്റുമോ? ആരെ കുളിക്കുന്നു? അയ്യോ അയ്യോടാ, വേഗം വാ വേഗം വാ, ആന ഇപ്പൊ കുളിച്ച് തീരും. ഞാൻ അവിടെ കുളിക്കുന്നത് കാണുന്നു. അയ്യോടാ, ആന ഇവിടെ കുളിക്കുന്നുണ്ട്. അവിടെ ഒന്ന് കുളിക്കുന്നുണ്ട്, മറ്റത്തെ റെഡിയായി നിൽക്കുകയാണ്. പിള്ളേരെ കുളിക്കാൻ വീട്ടിലേക്ക് തല്ലൂല. അയ്യോ മാറ്റി അതിനപ്പുറത്തെ മുടി ഉണ്ടല്ലേ, അതല്ല രസമുണ്ടല്ലേ. അയ്യോ അത് പറയുന്ന കേൾക്കുന്നുണ്ട്. മണി കാണിക്കുമ്പോഴേ കറക്റ്റ് മണി കാണിക്കുമ്പോൾ തന്നെ കാലൊക്കെ അത്ര തൊലിക്കട്ടിയുണ്ട്. കുളിസീൻ കാണാമെന്ന് പറഞ്ഞിട്ട് ചേച്ചി എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? ആനത്തൊലിക്കട്ടി എന്ന് കേട്ടില്ലേ ജീന? അല്ല കഴുതന്റെ അല്ല, കണ്ടാമൃഗം. ഇത് ആനക്ക് നല്ല തൊലിക്കട്ടിയുണ്ട് കണ്ടു. അതിന്റെ പാപ്പന്നെ ഞാൻ കണ്ടു, ഞാനേ കണ്ടു. അല്ലടാ, അയാള് പറയുന്ന അത് സാധനം കേൾക്കുന്നുണ്ട്. കാലൊക്കെ വിടർത്തി നിന്നുണ്ട്. അയാള് പറയുന്നുണ്ടായിരുന്നു. എത്ര പേരെന്നറിയാം ആനയുടെ വീഡിയോ എടുക്കാൻ, കുളിസിൻ വീഡിയോ എടുക്കാൻ. ആൾക്കെന്തോ ആളെ ഇപ്പൊ കൊണ്ടുവന്നാന്ന് തോന്നുന്നു സെക്കൻഡിന്. ഇതിന് 21 years. യാ എടാ, ഇവിടെ നിന്നൊരു സെൽഫി എടുത്താലോ ആനേൻ്റെ കൂടെ? ഇനെ നോക്കി നിക്കല ഇന്നത്തെ പരിപാടി. എവിടെ ഇരിക്ക? ഈ ആനയ്ക്ക് എന്തോ സങ്കടം ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ അയ്യോടാ, ഇതിൻ്റെ പേര് അഞ്ജന. 2 to 3 years ആണോ? 22 years ആണോ? 22 years അഞ്ജന. 22 yearsുള്ള അഞ്ജനയ്ക്ക് എന്തോ ദേഷ്യമുണ്ട് കേട്ടോ. എനിക്കറിയില്ല. ഞാനും ജീനയും അന്നതേ ഇവിടെ ഇരുന്ന് ആനനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കളത്തൊക്കെ തട്ടിക്കോട്ടെ. ഞാൻ മലമ്പൊട്ടിക്കുന്നതാണ് അഞ്ജന 22 വയസ്സ്. കല്യാണപ്രായം ആലോചിക്കുന്നത്. അതിന്റെ പാർവതി. അത് പാർവതി. ഇത് അഞ്ജന. പാർവതി 21 വയസ്സ് അടക്കം മുടുക്കമുള്ള കുട്ടി. അഞ്ജന ഇല്ലേ? അഞ്ജന ആളത്ര ശരിയല്ലാന്ന് തോന്നുന്നു. ഞങ്ങള് അഞ്ജനനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അഞ്ജനനെ നോക്കാൻ പറ്റിയ സ്ഥലം അടിപൊളി, പക്ഷെ അഞ്ജന ആളത്ര വെടിപ്പാണ്. പക്ഷെ പേടിയാവും. ഹലോ, അഞ്ജനനെ ഞാൻ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. ഉണ്ടോ അഞ്ജു? ഞാൻ അഞ്ജുന്നേ വിളിക്കുള്ളൂ. ഞാൻ അഞ്ജുനെ ഞാൻ അവിടെ പോയി എടുത്തു തരാം.
അഞ്ചന 22 വയസ്സ്. അവിടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് അവിടെ ഒക്കെ ആയിട്ട്. ലാസ്റ്റൊക്കെ ഞാത്ത് പാവമായിന്ന് തോന്നുന്നു കേട്ടോ. ഇതിനിപ്പോൾ കൊണ്ടുവന്നതായിരിക്കും തോന്നുന്നു. ഞങ്ങൾ വിചാരിച്ചു ഈ 4 മാത്രമാണ് ഉള്ളതെന്ന്. പക്ഷെ അങ്ങോട്ട് പോകുന്ന പോലെ വേറെ ഉണ്ട് എന്ന് പറഞ്ഞു. നമുക്ക് അങ്ങോട്ട് പോവാം. ആശയുടെ ട്രെയിനിങ് കഴിഞ്ഞ് ആശനെ പറഞ്ഞയച്ചു. ഇത് നോക്കൂ, എനിക്കിപ്പോൾ എന്ത് മനസ്സിലാവുന്നു? അതിന് 21 വയസ്സ്, ഇതിന് 22 വയസ്സ്, ഇതിന് 23 വയസ്സ്. ആടെ ആശനെ കുളിപ്പിക്കാൻ കൊണ്ടുപോയതായിക്കൂടെ? എവിടെ വന്നാലും ഒരു ഡിറ്റക്റ്റീവ്. അത് പ്രഗ്നൻ്റ് ആണ് കേട്ടോ ലാസ്റ്റിലത്തെ. ഇത് പ്രഗ്നൻ്റാണ്, എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി. 47 വയസ്സിലാണ് അത് പ്രഗ്നൻ്റ് ആയത്. സുനിത 52 വയസ്സു. വാടാ നോക്കാം. ഇതാരാ പരിചയമില്ലല്ലോ. ഗോപികൾക്കിടയിൽ ഒരു ഗോപാലൻ. ഇതുവരെയായിട്ട് സ്ത്രീകളെ മാത്രമേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ, ലേഡീസ് ഉള്ളിയായിരുന്നു. ഇത് സുനിതയുടെ വിനോദം ഫുഡ് ഇങ്ങനെ മുകളിലേക്ക്. സുനിതയുടെ ഹോബി എന്താണെന്നറിയോടാ? ഫുഡ് തലയിൽ കൊണ്ടുപോയിടല്. സുനിത എന്നെ നോക്കുന്നടാ, പേടിയാണ്ട്. സുനിത എന്നെ നോക്കിയ ഇതിൻ്റെ അറ്റത്തൊരു ആനനെ കൊണ്ട് ഇട്ടിട്ടുണ്ടെന്ന്. അത് ഒരുപാട് പേരെ കൊന്ന ആനയാന്ന് അറിയാം. ബാങ്ങേ ഇതൊരു പ്രത്യേക സാധനം. തിരിഞ്ഞ് വണ്ടി ചവിട്ടി അങ്ങനെ ചെറുതാത് ഇത്ര ആന റോഡ് ക്രോസ് ചെയ്ത് കാണുന്നില്ലടാ. അതാണ് ഏറ്റവും കൂട്ടത്തിലുള്ള ഏറ്റവും ഭീകരമായിട്ടുള്ള, ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ആനേനെ ഇങ്ങോട്ട് ഏറ്റവും അറ്റത്ത് കൊണ്ടുവന്നിട്ടതാണത്. അപ്പോൾ ബാക്കിയുള്ള 4 പേരും ഒന്നിച്ചൊന്നിച്ചായിരുന്നു. ഇതിന് ഒറ്റയാന പോലെ ആയിട്ട്. അപ്പം അതും കണ്ട് ഞങ്ങൾ തിരിച്ചു പോവാണ്. എന്നെ കൂട്ടുന്നല്ലോ. ക്ലിയർ ആയില്ലേ? എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മറക്കുന്ന ഒരു കാര്യമല്ല എനിക്ക് ക്ലിയർ ചെയ്യാൻ. അങ്ങനെ നമ്മൾ നമ്മുടെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ആനേനെയും കണ്ട് തിരിച്ച് പോവാണ്. പോയാലോ? യെസ്, ഞങ്ങൾ തിരിച്ച് അങ്ങോട്ട് തന്നെ പോവാണ്. ഇതൊക്കെ ഞാനും ജീനും തെണ്ടിത്തിരിഞ്ഞതിൽ എല്ലാ പാടും മുഖത്തുണ്ട്. തിന്നതിൻ്റെ മാത്രമല്ല, പൊടികളും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോവാണ് ഗൈസ്. അപ്പോൾ നമുക്ക് തിരിച്ച് പോയിട്ട് വേറെ കുറേ പരിപാടി ഉണ്ട്. അപ്പോൾ അതിന് മുമ്പ് തിരിച്ച് പോവാം. ഡേഞ്ചർ ആനയുടെ പേര് ജീന പറ. പീലാണ്ടി ചന്ദ്രു. അതെ, ആ പേരിൽ പോയതല്ല, അത് മലയാളിയല്ല, ഏതോ തമിഴ്നാട് കാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പീലാണ്ടി ചന്ദ്രു. പക്ഷെ കൊള്ളാല്ലേ പീലാണ്ടി? എന്നാ പൂച്ചൊക്കെ ഇട്ട് പോലെ പേര് പീലാണ്ടി. കൊള്ളാം. ഓ, അത് ഉടുമ്പാണല്ലേ? ഉടുമ്പുടുമ്പുടുമ്പ്. സ്റ്റാർ ഫ്രൂട്ടാണ്. സ്റ്റാർ ഫ്രൂട്ട് കിട്ടി. പോയത് ഇവിടെ സ്റ്റാർ ഫ്രൂട്ട് ഉണ്ട്. കളഞ്ഞൂട്ടാ. ഉടുമ്പുടുമ്പുടുമ്പ് ഇങ്ങോട്ട് വരുന്നുണ്ട്. അയ്യോ,
ആ വേറെ ഉണ്ട്. അയ്യോ അതിന് കൺഫ്യൂഷനായി മിറർ കണ്ടപ്പോ. ചെറുതുണ്ട് ആ മരത്തുണ്ട്. ഇങ്ങോട്ട് കുട്ടുമ്പനെ കണ്ടു. അങ്ങനെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് തിരിച്ചു പോവുകയാണ്. ഇതെൻ്റെ ഉമ്മക്ക് വാങ്ങിച്ചാണ്. അയ്യോ എന്നെ ഇതുവരെ ഈ കുരു ഇല്ലാഞ്ഞല്ലോ ഇവിടെ. അത് പോയി, കുരുവല്ല. ഓക്കെ, കേരള സാൻഡൽ സോപ്പ്. ഹലോ ഗായ്സ്, ചേച്ചിക്ക് എന്തോ ചെടി കണ്ടിട്ട് തെരുവിലെ ചെടി പറിക്കാൻ പോവാ. അടുത്ത ചേച്ചിൻ്റെ കയ്യിൽ നിന്ന് കവറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഹെൽമെറ്റ് ഇട്ടാൽ ആരും മനസ്സിലാവില്ല എന്നാണ് വിചാരിച്ചത്. ചെറുത് എടുത്തോടാ. അത് ചെറുതെടുത്ത കിട്ടുമല്ലോ. വേറെ സ്പോട്ട് നോക്കട്ടെ. കലേഡിയം കൊണ്ടുള്ള ചെറിയ പിന്നെ ആരും നാം വണ്ടിയും കൂടി നാനും കൊണ്ടുള്ള ഇപ്പന. അങ്ങനെയല്ലടാ, പറിക്കാൻ കിട്ടുമോ? ഹെൽമെറ്റ് ഇട്ട് ചെടികൾ പറിക്കുന്ന ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മെൻഷൻ ചെയ്യുക. പൊട്ടിപ്പോണെങ്കിൽ അത് പറിക്കരുത്, വെറുതെ നശിപ്പിക്കുന്ന. ആ ഇനി അമ്മ കണ്ടെടുത്തക്കൂല. ഇത് നോക്കി, ഇത് ഹരം കൊണ്ടില്ല, ഇത് ബണ്ണുള്ളി. അത് നമ്മളെ നാട്ടുണ്ടില്ലടാ. എന്നാ പറിച്ചു വേണത്. ഇത് മറ്റേ എന്നാന്ന് പറക്കും തെളികളെ ബസ് വേണ്ടവരുണ്ടോ? എന്റെ ഫോൺ റിങ് ചെയ്യുന്നു. എന്നെ ഫോൺ. താങ്ക് യുടാ ഉമ്മ. ഒന്നും ഇതാക്കിക്കൂടാ. നമ്മള് ചെടികള് പറിച്ച് തിരിച്ചു പോവുകയാണ്. ഇനി റെഡ് കളർ കണ്ടാ നിർത്തിക്കോ പ്ലീസ്. 3 വെറൈറ്റി ഉണ്ട് ജീന. ഈ കൈറ്റ് കണ്ടു. ഇതിനെ തന്നെ പറിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു പോയത്. ചെടികൾ താങ്ക് യു. ഓക്കെ, നേരെ 9 കിലോമീറ്റർ നേരെ. ടെക്നോളജിയ. തിരിച്ച് ഒരു ഹോട്ടലിൽ എത്തുമ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു 3 മണിയായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു കേട്ടോ. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ വേറൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.